ഗോതമ്പ് പായസമാണ് കേട്ടോ വയ്ക്കുന്നത്. ഒരു 250 ഗ്രാം സൂചി ഗോതമ്പ് നമ്മൾ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ മതി കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂചി ഗോതമ്പ് വെന്ത് കിട്ടും കേട്ടോ. ഉരുളിയിലേക്ക് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ച ഈ ഗോതമ്പ് ആദ്യം ഇടുക. സൂചി ഗോതമ്പ് വന്നിട്ട് നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചൊന്ന് മിക്സ് ആക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പൂണിൽ 2-ാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പാലും കൂടെ ഒഴിച്ച് മിക്സ് ആക്കാം കേട്ടോ. നന്നായിട്ട് കട്ടയൊക്കെ ഉടയ്ക്കാം. 250 ഗ്രാം സൂചി ഗോതമ്പ് നമ്മൾ എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ മാത്രം മതി കേട്ടോ. ഒറ്റ വിസിൽ വരുമ്പോൾ നമ്മൾ നിർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് പകുതിയിലിട്ടു. പിന്നെ 2 പൂണി 3-ാം പാലും 2-ാം പാലും കൂടെ തേങ്ങാപ്പാൽ ഇതുപോലെ 2 പൂണിയിൽ നിറയെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ 3-ാം പാലും 2-ാം പാലും ആണല്ലോ നമ്മൾ പൊഴിച്ച് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് കുറുകണ വരെ നമ്മൾ ഇളക്കണം കേട്ടോ. നന്നായിട്ട് തീ കത്തിക്കുക. അപ്പോഴാണ് ഒരു കളറൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. അത് നല്ലോണം കുറുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലൊഴിക്കണം കേട്ടോ. ശർക്കര ഒരു 6 ബെല്ലൻ നമ്മൾ ഉരുക്കിയതാണ് കേട്ടത്. പിന്നെ പായസത്തിൽ ചിലവർക്ക് മധുരം കൂടുതൽ വേണം കുറവ് വേണം എന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവസാനം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒന്ന് ശർക്കര ഒന്ന് പൊടിച്ച് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് അവസാനമൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുത്താൽ അത് വേഗം ഉരുക്കിക്കോളും. അപ്പോൾ നമുക്കൊന്ന് അരിച്ച് വെക്കണം കേട്ടോ. ഇതാദ്യം വെള്ളം ഒന്ന് കുറുകിയിട്ടാണ് നമ്മൾ ഈ ശർക്കര ഒഴിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 2-ാം പാൽ ഒഴിച്ചത് ഒരുവിധം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുറുകുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് കട്ടയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം ഉരുകി കിട്ടും കേട്ടോ. ഈ ചുക്കും ഏലക്കായും നമുക്കൊന്ന് പൊടിച്ച് അതിൽ ചേർക്കണം കേട്ടോ. നന്നായിട്ട് പൊടിച്ച് ചേർക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ചുക്കും ഏലക്കായും പൊടിച്ചത് പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കാം. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട്. ഗോതമ്പ് പായസം ഇപ്പോൾ ഇതേ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. 1-ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു തിള വരുമ്പോൾ നമുക്കിത് ഇറക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ കശുവണ്ടിയും മുന്തിരിയും കുറച്ച് കപ്പലണ്ടിയും കൂടെ നെയ്യിൽ വറുത്ത് കോരി ഇതിലിടണം കേട്ടോ. ആ നെയ്യും കൂടെ ഇതിലൊഴിക്കണം. ഒരു 2 സ്പൂണ് നെയ്യും അല്ലെങ്കിൽ 3 ടീസ്പൂണ് നെയ്യിൽ നമുക്ക് കശുവണ്ടി മുന്തിരി കപ്പലണ്ടിയും കൂടെ വറുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മധുരം വേണം എന്നുള്ളവർക്ക് ഒരു 15 ബെല്ലനൊക്കെ എടുത്തിട്ട് ശർക്കര എടുത്തിട്ട് 15 ബെല്ലം ശർക്കര എടുത്തിട്ട് ഉരുക്കി ഒഴിക്കുക കേട്ടോ. മധുരം കുറവുള്ളവർക്കൊരു 9-10 ബെല്ലനൊക്കെ എടുത്താലും മതി കേട്ടോ. നമ്മുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് ഇപ്പോൾ തിള വരാറായിട്ടുണ്ട് കേട്ടോ. 3 പൂണിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത്. ആദ്യത്തെ 2 പ്രാവശ്യം 3-ാം പാലും 2-ാം പാലും ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അവസാനം 1 പൂണി 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ 3 പൂണി പാലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. 250 ഗ്രാം ഇരിക്കും. ഇത്രയും കശുവണ്ടിയും മുന്തിരിയും കപ്പലണ്ടിയും കൂടെ നമുക്ക് നെയ്യിൽ വറുക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ടീസ്പൂണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് നമുക്ക് വറുത്ത് കോരാം കേട്ടോ. 1-ാം പാൽ ഒഴിച്ചിട്ട് തിളച്ചു. ഇനി നമ്മുടെ ഈ വറുത്ത് വെച്ചേക്കണം ഈ കശുവണ്ടി മുന്തിരിയൊക്കെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
നമുക്കിത് ഇറക്കി വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഗോതമ്പ് പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.